എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. അമ്മമാരെ, ഒരു കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് സ്വന്തം കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സമയം പലപ്പോഴും കിട്ടാറില്ല. പക്ഷെ മക്കൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കണം, ഭർത്താവിന് ആരോഗ്യവും സമാധാനവും ഉണ്ടാവണം, കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയണം. ഇതൊക്കെയാണ് ഓരോ അമ്മമാരുടെയും പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതുകൊണ്ട് തന്നെയാണ് എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഭഗവാൻ മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയോടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ അമ്മമാർ മനസ്സൊരുക്കുന്നതല്ലേ. അത് വെറും ഒരു ആചാരമല്ല, കുടുംബത്തിന് വേണ്ടി സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു സമർപ്പണവും കൂടിയാണ്. അമ്മമാർ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഏകാദശി ദിവസം പലരും അറിയാതെ ചെയ്യുന്ന 4 പ്രധാന തെറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഇവയിൽ ചിലത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, ചിലത് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അറിയുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായും അറിയാത്തവർക്ക് ഒരു ചെറിയ സഹായമായും ഈ വീഡിയോ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇല്ലേ, യോഗിനി ഏകാദശിയുടെ, അതിൽ കൃത്യമായ തീയതിയെയും സമയത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് അമ്മമാർ സ്നേഹത്തോടെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. ആ സംശയങ്ങൾ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാവർക്കും വ്രതമെടുക്കാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതെങ്ങനെ കൂടുതൽ കൃത്യമായിട്ട് ആചരിക്കാം എന്ന ചെറിയ ആശങ്കയും അമ്മമാരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. അമ്മമാരെ, ഭഗവാൻ നമ്മുടെ ഭക്തിയാണ് നോക്കുന്നത്, ഒരിക്കലും നമ്മുടെ തെറ്റുകൾ കണ്ടെത്താനല്ല. ഇത് ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. എന്നാലും അറിയാതെ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ വ്രതം കൂടുതൽ ശ്രദ്ധയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കാനുള്ള അവസരം നമ്മൾക്ക് നഷ്ടമാവുന്നതുമാണ്. അതുകൊണ്ട് ആരെയും ഭയപ്പെടുത്താനല്ല കേട്ടോ ഞാൻ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം മകള് പറയുന്നത് പോലെ അമ്മമാരെടുത്താൽ മതി കേട്ടോ. സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ തിരുനാമം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ആ ഒരു തെറ്റിലേക്ക് നോക്കാം. എന്താണ് ഏകാദശി വ്രത ദിവസം നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു പ്രധാനമായ ഒരു തെറ്റ്? അമ്മമാർ, ഏകാദശി വ്രതത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് തുളസി ദേവിയെയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന് സമർപ്പിക്കുന്ന പൂജയിൽ തുളസിക്കുള്ള സ്ഥാനം എത്ര വിശിഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. തുളസിയില്ലാതെ വിഷ്ണു പൂജ പൂർണ്ണമല്ലെന്ന് പോലും ഭക്തർ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ അറിയാതെ സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യമാണ് ഇന്ന് ആദ്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഭക്തിയോടെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച ശേഷം, അതായത് ഏകാദശി ദിവസത്തെ കാര്യമാണ് പറയുന്നത്, നമ്മൾ അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ചിട്ട് പൂജയ്ക്കായിട്ട് തുളസി തറയിൽ നിന്ന് അപ്പോൾ തന്നെ ഇലകൾ പറിക്കുന്ന പതിവ് നമ്മുടെ ചില വീടുകളിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ തെറ്റായ ഉദ്ദേശമൊന്നുമില്ല. ഭഗവാന് ഏറ്റവും പുതുമയുള്ള തുളസിയില സമർപ്പിക്കണം എന്ന ഭക്തി മാത്രമാണ് ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലുള്ളത്. എന്നാൽ പല വൈഷ്ണവ ആചാരങ്ങളിലും ഏകാദശി ദിവസവും അതിന്റെ തലേ ദിവസമായ ദശമിയുടെ അവസാന ഭാഗത്തും തുളസിയില പറിക്കുന്നത് ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. അമ്മമാർ, ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് അറിയുമോ? ഇതിന് പിന്നിലെ വളരെ മനോഹരമായ ഒരു ഭാവമുണ്ട്. അത് ഞാനൊന്ന് പറയട്ടെ. ഏകാദശി ദിവസം തുളസി ദേവി ഭഗവാൻ മഹാവിഷ്ണുവിന് വേണ്ടി നമ്മളെ പോലെ തന്നെ കഠിനമായ വ്രതമെടുക്കുന്ന ദിവസമാണ് എന്നാണ് വിശ്വാസം. ആ ദിവസം ദേവി പൂർണ്ണമായിട്ടും ഭഗവാന്റെ ചിന്തകളിലും പ്രാർത്ഥനയിലുമായിരിക്കും. നമ്മൾ മാത്രമല്ല കേട്ടോ, തുളസി ദേവിയും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വ്രതമെടുക്കുകയാണ്. അതുകൊണ്ട് ദേവി വ്രതമിരിക്കുന്ന ആ പവിത്രമായ ദിവസം നമ്മൾ ചെന്ന് ഇലകൾ ഇങ്ങനെ നുള്ളിയെടുക്കുകയാണെങ്കിൽ ദേവിക്ക് എന്ത് സംഭവിക്കും? ദേവിക്ക് ഒരുപാട് വിഷമവും വേദനയും ഉണ്ടാവും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് കേട്ടോ. ദേവിയോടുള്ള ആ ഒരു സ്നേഹവും ആദരവും കൊണ്ടാണ് അന്നേ ദിവസം തുളസിയില പറിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ പൂജയ്ക്ക് തുളസിയില എങ്ങനെ ഒരുക്കും എന്ന് ചില അമ്മമാർക്കെങ്കിലും സംശയമുണ്ടാവും അല്ലേ. ഇത് ഞാൻ പല ഏകാദശി വ്രത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പലർക്കും അറിയാം. തലേ ദിവസം ദശമി ദിവസം സന്ധ്യയ്ക്ക് ഒരു 6 മണിക്ക് മുൻപായിട്ട് നമ്മൾ പൂജയ്ക്ക് ആവശ്യമായ തുളസി ഇലകളെല്ലാം തന്നെ പറിച്ച് വൃത്തിയുള്ളൊരു പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ദശമിയുടെ അവസാന ആ ഒരു ഭാഗങ്ങളിലും നമ്മൾ തുളസി നുള്ളാൻ പാടില്ല. അതുകൊണ്ടാണ് ദശമി ദിവസം 6 മണിക്ക് മുൻപേ നമ്മൾ ആവശ്യമായ തുളസി ഇലകൾ നുള്ളി വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വൃത്തിയുള്ളൊരു പാത്രത്തിൽ സൂക്ഷിച്ച ആ ഒരു തുളസി ഇല ഭക്തിയോടെ നമ്മൾക്ക് പിറ്റേ ദിവസം ഏകാദശി ദിവസം പൂജയ്ക്ക് ഉപയോഗിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അഥവാ അറിയാതെ നമ്മൾ തലേ ദിവസം ഈ തുളസിയൊക്കെ നുള്ളി വെക്കാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചെടിയിൽ നിന്ന് നിർബന്ധമായി പുതിയ ഇല നുള്ളുന്നതിന് പകരം നമ്മൾ ആ തുളസി തറയിൽ, നമ്മുടെ തുളസി ചെടി നിൽക്കുന്ന അവിടെ താഴെ സ്വാഭാവികമായിട്ടും വീണു കിടക്കുന്ന വൃത്തിയുള്ള നല്ല ഇലകൾ ഉണ്ടാവുമല്ലോ. തുളസി തറയിലോ തുളസി നിൽക്കുന്നിടത്തോ പൊഴിഞ്ഞു വീണ് കിടക്കുന്നുണ്ടാവും. അതൊക്കെ നുള്ളിയെടുക്കുക. കരിഞ്ഞ ഇലകളൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ.
അതൊക്കെ നുള്ളിയെടുത്തിട്ട് നമ്മളൊന്ന് ശുദ്ധമായ ജലം കുടഞ്ഞിട്ടൊന്ന് ശുദ്ധിയാക്കുക. അത് നമുക്ക് പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്നാലും ഏകാദശി ദിവസം ഒരിക്കലും നമ്മൾ നേരിട്ട് തുളസിയില നുള്ളിയെടുക്കാൻ പാടില്ല. ഇവിടെ പ്രധാനമായിട്ടും ഏകാദശി വ്രതത്തിന്റെ നിയമം ഇതാണ്, ഇത് ഞാൻ പാലിക്കുന്നു എന്നൊരു ചിന്തയിലല്ല ഇത് ചെയ്യേണ്ടത്. തുളസി ദേവിയോടുള്ള ആദരവാണ് നമ്മൾ കാട്ടുന്നത് കേട്ടോ. ആ ആദരവോടെയും ഭക്തിയോടെയും ഭഗവാന് നമ്മൾ ഒരു തുളസിയില സമർപ്പിച്ചാൽ പോലും അത് ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെയാണ് നമ്മുടെ പൂജ മുന്നോട്ട് പോവേണ്ടതായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏകാദശി ദിവസം നമ്മുടെ വീട്ടിലെ ഭക്ഷണക്രമം. അമ്മമാര് വ്രതം എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിലെ ഭക്ഷണക്രമം എന്നുള്ളതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണല്ലോ എന്ന് തീർച്ചയായിട്ടും തോന്നുന്നുണ്ടാവും. അതായത് വ്രതം എടുക്കുന്ന അമ്മമാര് സ്വന്തം ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ടല്ലേ. അരി ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കും. അരി മാത്രമല്ല, ധാന്യാഹാരങ്ങൾ ഏകാദശി വ്രതത്തിൽ നിഷിദ്ധമാണെന്ന് പറഞ്ഞ് മിക്ക അമ്മമാരും ഗോതമ്പ് പോലും കഴിക്കാറില്ല. ചില അമ്മമാരൊക്കെ ഗോതമ്പ് ഉപയോഗിക്കാറുള്ളൂ. അത്രയും ആഹാരം പൂർണ്ണമായിട്ട് മാറ്റിവെക്കാൻ പറ്റാത്തവർ ഗോതമ്പ് ചിലവർ ഉപയോഗിക്കാറുണ്ട്. അമ്മമാരെന്താ ചെയ്യുക? പൂർണ്ണമായിട്ടും കഴിയുന്നത്ര നാമജപത്തിലും പ്രാർത്ഥനയിലും മനസ്സിങ്ങനെ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതേസമയം വീട്ടിലുള്ള ഭർത്താവിനോ മക്കൾക്കോ വേണ്ടി സ്നേഹത്തോടെ ചോറ് വെച്ച് കൊടുക്കുകയും ചെയ്യും അല്ലേ. അതും അമ്മയുടെ സ്നേഹമല്ലേ, അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ നമ്മുടെ പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് ഏകാദശി ദിവസം ഭൂമിയിലെ എല്ലാ പാപങ്ങളും വന്ന് അഭയം പ്രാപിക്കുന്നത് അരിമണികളിലാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഏകാദശി ദിവസം അരിയിൽ പാപം വസിക്കുന്നു എന്ന് മുതിർന്നവർ പറയുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും അരി ആഹാരം ഒഴിവാക്കി നിർത്തണമെന്ന് പറയുന്നത്. ചില വൈഷ്ണവ ആചാരങ്ങളിൽ ഏകാദശി ദിവസം വ്രതമെടുക്കുന്നയാൾ അരി പാകം ചെയ്യുന്നതും അരി കൈകൊണ്ട് തൊടുന്നത് പോലും, അതായത് ഏകാദശി ദിവസം നമ്മൾ അരി കൈകൊണ്ട് തൊടുന്നത് പോലും കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ചില ആചാര്യന്മാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ ദിവസം നമ്മുടെ മനസ്സും ശരീരവും കൈകളും കഴിയുന്നത്ര ഭഗവാനിലേക്ക് മാത്രമായിരിക്കണം തിരിയേണ്ടത്. പക്ഷെ അതിനർത്ഥം വീട്ടിലുള്ള എല്ലാവരെയും നിർബന്ധിച്ച് വ്രതം എടുപ്പിക്കണമെന്നോ പട്ടിണി കിടത്തണമെന്നോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടാവാം, പ്രായമായവരുണ്ടാവാം, രോഗാവസ്ഥയിലുള്ളവരുണ്ടാവാം. ഓരോ വീട്ടിലെയും സാഹചര്യങ്ങൾ വ്യത്യാസമല്ലേ. അതുകൊണ്ട് ഭക്തിയോടൊപ്പം വിവേകവും അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സാധ്യമാണെങ്കിൽ ആ ഒരു ദിവസം വീട്ടിലെല്ലാവർക്കുമായി വ്രതത്തിന് അനുയോജ്യമായ ലളിതമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കാം. ധാന്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഏകാദശി പുഴുക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി കഞ്ഞി നിർബന്ധമുള്ളവർക്ക് അരിക്ക് പകരമായി വ്രതശുദ്ധിയോടെ ചാമക്കഞ്ഞി തയ്യാറാക്കാവുന്നതാണ്. ഒരു ദിവസത്തേക്ക് വീട്ടിലെല്ലാവരും ഒരേപോലെയുള്ള ഇങ്ങനെയുള്ള വ്രതഭക്ഷണം കഴിക്കുന്നത് വീട്ടിൽ വലിയൊരു പോസിറ്റീവ് എനർജി കൂടി തരും അല്ലേ. അതായത് അമ്മ വ്രതം എടുക്കുന്നുണ്ട്, ഞങ്ങൾ ആരും വ്രതം എടുക്കുന്നില്ല, എങ്കിലും അമ്മയുടെ ആ ഒരു ആഹാര രീതിയിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് ഫോളോ ചെയ്യാം എന്ന് വീട്ടിലുള്ള മറ്റുള്ളവർ വിചാരിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമല്ലേ. കേട്ടപ്പോൾ അമ്മമാർക്കൊക്കെ ചിരിയാണല്ലേ. നടക്കുന്ന കാര്യമാണോ എന്നാണ് അമ്മമാർ ചോദിക്കുന്നത്. നടക്കും, വിചാരിച്ചാലൊക്കെ നടക്കും അല്ലേ. ഇനി വീട്ടിൽ ചെറിയ കുട്ടികളോ രോഗികളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് നിർബന്ധമാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. വ്രതമില്ലാത്ത മറ്റാരെങ്കിലും കൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കാം അല്ലേ. ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ, അങ്ങനെ ആരും വീട്ടിലില്ല, അമ്മ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അതിന്റെ പേരിൽ എൻ്റെ അമ്മമാർ ആരും മനസ്സ് വിഷമിപ്പിക്കേണ്ടതായിട്ടില്ല. ഭഗവാൻ നമ്മുടെ സാഹചര്യവും മനസ്സിലെ ആത്മാർത്ഥതയും അറിയുന്നവനാണ്. വ്രതത്തിന്റെ സാരം കഷ്ടപ്പെടലല്ല, സമർപ്പണമാണ്. അതുകൊണ്ട് ഈ ദിവസം കഴിയുന്നത്ര ലാളിത്യവും ശാന്തതയും പാലിച്ച് ഭഗവാന്റെ സ്മരണയിൽ മനസ്സ് നിലനിർത്താൻ ശ്രമിക്കാം. അതാണ് ഏകാദശി വ്രതത്തിന്റെ യഥാർത്ഥ ഒരു സൗന്ദര്യവും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, അരിയിൽ പാപം വസിക്കുന്നത് കൊണ്ട് അന്നേ ദിവസം നമ്മൾ അരിമണികൾ കയ്യിൽ തൊടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് എന്തൊക്കെ നമുക്ക് അന്നേ ദിവസം ചെയ്യാമെന്നും പറഞ്ഞു. ഇനി മറ്റൊരാൾ ആരെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് അരി അന്നേ ദിവസം പാകം ചെയ്യിപ്പിക്കാമെന്നും പറഞ്ഞു. ഇതൊന്നും സാധ്യമല്ലെങ്കിലും വിഷമിക്കേണ്ട, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് കേട്ടോ. അത് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഉറപ്പായിട്ടും ഭഗവാന് നമ്മുടെ സാഹചര്യവും നമ്മുടെ ഭക്തിയും നമ്മുടെ മനസ്സും ഒക്കെ അറിയുന്നവനാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ആരും വിഷമിക്കാൻ പാടില്ല. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലെ അമ്മമാരെല്ലാം പതിവായി ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? പലപ്പോഴും ഭക്തിയേക്കാൾ ഒരു ശീലത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ അമ്മമാരെല്ലാവരും ഇത് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം വീട് വൃത്തിയാക്കുക, മുറ്റം അടിച്ചു വാരുക, വീടൊന്നാകെ വെടിപ്പാക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണല്ലേ.
വീട് വൃത്തിയായാൽ മനസ്സിനും ഒരു സന്തോഷം കിട്ടും, അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഏകാദശി ദിവസം കഴിയുന്നത്ര വലിയ വൃത്തിയാക്കൽ ജോലികളും ചൂലുകൊണ്ടുള്ള ഉപയോഗവും പൂർണ്ണമായിട്ടും മാറ്റിവെക്കണമെന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. ഇതിന് പിന്നിലെ ഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഏകാദശി എന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ശാന്തി നൽകുന്ന ഒരു ദിവസമാണ്, അല്ലെ? അന്നേ ദിവസം കഴിയുന്നത്ര അഹിംസ പാലിക്കാനും എല്ലാ ജീവജാലങ്ങളോടും കരുണയോടെ പെരുമാറാനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. വലിയ രീതിയിൽ നമ്മൾ ശൂലൊക്കെ എടുത്ത് അടിച്ചു വാരുകയോ മുറ്റവും പരിസരവും കഠിനമായിട്ട് വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടാത്ത ചെറിയ ഉറുമ്പുകളോ ചെറിയ പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയ്ക്ക് ദോഷം സംഭവിക്കും, അതായത് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്, അല്ലേ? ഉറപ്പായിട്ടും അതുണ്ടാവും. അതുകൊണ്ടാണ് അന്നേ ദിവസം കഴിയുന്നത്ര ഈ ചൂലുകൊണ്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നത് കേട്ടോ. ഇത്തരം ജോലികൾ ഒഴിവാക്കി മനസ്സിനെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കാനാണ് ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കഴിയുമെങ്കിൽ വീടിന്റെ വലിയ വൃത്തിയാക്കലുകളെല്ലാം തന്നെ ഏകാദശിയുടെ തലേ ദിവസം തന്നെ, അതായത് ദശമി ദിവസം നേരത്തെ തന്നെ നമുക്ക് പൂർത്തിയാക്കി വെക്കാം. വ്രത ദിവസം രാവിലെ പൂജയ്ക്ക് ആവശ്യമായ അത്രമാത്രം വീടൊന്ന് വൃത്തിയാക്കുക. അതിനുശേഷം അനാവശ്യ തിരക്കുകളിലേക്ക് പോകാതെ കുറച്ച് സമയം നാമജപത്തിനും വിഷ്ണു സ്മരണയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ആയിട്ട് അമ്മമാർക്ക് മാറ്റിവെക്കാം. ക്ഷേത്രത്തിലൊക്കെ പോവാം നമുക്ക്. അമ്മമാരെ വീട്ടിലെ ഓരോ ജോലിയും സ്നേഹത്തോടെ ചെയ്യുന്ന നിങ്ങളെ ഭഗവാൻ അറിയുന്നവനാണ്. അതുകൊണ്ട് ഒരു ദിവസം വീട്ടുപണിയുടെ തിരക്കൊക്കെ ഒന്ന് കുറച്ച് ആ സമയം ഭഗവാന് സമർപ്പിച്ചാൽ അതും മനോഹരമായ ഒരു ഭക്തിയാണ്, മനോഹരമായ ഒരു സമർപ്പണമാണ്. ഇനി പറയാനുള്ളത് അവസാനത്തെ കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശരീരവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല കേട്ടോ, നമ്മുടെ മനസ്സുമായും വാക്കുകളുമായും ബന്ധപ്പെട്ട ഒരു കാര്യവും കൂടിയാണ്. വ്രതത്തിന് ഏറ്റവും മനോഹരമായ ഒരു ഭാഗം എന്ന് തോന്നുന്നത് എനിക്ക് ഇത് തന്നെയാണ്. ഏകാദശി വ്രതം എന്നത് ഭക്ഷണം ഒഴിവാക്കുക എന്നത് മാത്രമല്ല, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ ഒരു ദിവസം നമ്മുടെ മനസ്സും വാക്കുകളും ഭഗവാനിലേക്കാണ് കൂടുതൽ അടുക്കേണ്ടതായിട്ടുള്ളത്. വ്രതം എടുക്കുമ്പോൾ ചിലപ്പോൾ ശരീരത്തിന് ചെറിയ ക്ഷീണമോ തളർച്ചയോ തോന്നുന്നത് സ്വാഭാവികമാണല്ലേ. ഓരോരുത്തരുടെയും ആരോഗ്യവും പ്രായവും ഒക്കെ വ്യത്യാസമാണല്ലോ. അതുകൊണ്ട് സ്വന്തം ആരോഗ്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ശരീരത്തിന് വിശ്രമം ആവശ്യമാണെങ്കിൽ അത് നൽകുകയും ചെയ്തുകൊണ്ട് വേണം നമ്മൾ വ്രതമെടുക്കാനായിട്ട്. എന്നാൽ കഴിയുന്നത്ര നേരം നമ്മുടെ ഒരു ശരീരം അലസതയിലേക്ക്, അതായത് ഒരുപാട് നമ്മളങ്ങ് ക്ഷീണമായിട്ട് പോകാതെ മനസ്സിനെ ഭഗവാന്റെ സ്മരണയിലൊന്ന് നിലനിർത്താനായിട്ട് ശ്രമിക്കണം. കുറച്ച് സമയം കിട്ടുമ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയോ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഹരേ രാമ ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിക്കുകയും ചെയ്യാം. അതായത് അന്നേ ദിവസം മനസ്സും നാവും പൂർണ്ണമായിട്ടും ഭഗവത് നാമങ്ങൾ നിറയ്ക്കണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏകാദശി വ്രതത്തിൻ്റെതായ ഒരു ക്ഷീണം നമുക്ക് ഉണ്ടാവും, അല്ലേ? അറിയാതെ തന്നെ കണ്ണൊക്കെ ഒന്ന് അടഞ്ഞു പോകുന്നുണ്ടാവും അമ്മമാർക്ക്. പക്ഷെ നമ്മൾ പകൽ ഉറങ്ങാൻ പാടില്ല എന്നൊരു നിയമവുമുണ്ട്. അതും അപ്പം നമ്മുടെ മനസ്സിലൊരു പേടിയായിട്ട് കയറി വരും, കണ്ണൊന്ന് ജസ്റ്റ് ഇങ്ങനെ അടഞ്ഞു പോകുമ്പോൾ, അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവരുടെയും കയ്യിൽ മൊബൈലൊക്കെ ഇല്ലേ? നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് വേറെ ഒന്നും കാണാനല്ല കേട്ടോ, വിഷ്ണു ഭക്തി ഗാനങ്ങളൊക്കെ കേൾക്കാം. വിഷ്ണു സഹസ്രനാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ധാരാളം ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് വെച്ചാലും നമുക്കൊരു ക്ഷീണം ഉറക്കം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കും, അല്ലേ? ഇതൊക്കെ അമ്മമാർക്കൊന്ന് ചെയ്യാവുന്നതാണ്. ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു പ്രത്യേക സമാധാനം നൽകും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഈ ദിവസം നമ്മുടെ വാക്കുകളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അറിയാതെ ആരെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറയാതിരിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടാതൊക്കെ ഇരിക്കുക കേട്ടോ. വീട്ടിലുള്ളവരോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയും വ്രതത്തിന്റെ ഭാഗമാണ് കേട്ടോ. കാരണം ഭഗവാൻ മഹാവിഷ്ണു നമ്മുടെ വയർ എത്ര സമയം ഒഴിഞ്ഞിരുന്നു എന്നതിലുപരി നമ്മുടെ മനസ്സ് എത്ര നേരം സ്നേഹത്തിലും ഭക്തിയിലും നിലനിന്നു എന്നാണ് കാണുന്നത്. പ്രിയപ്പെട്ട അമ്മമാർ, ഇന്ന് നമ്മൾ സംസാരിച്ച ഈ 4 കാര്യങ്ങളും കേട്ടപ്പോൾ അയ്യോ ഇതിൽ ചിലത് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം, അല്ലേ? അതിൽ വിഷമിക്കാനൊന്നുമില്ല കേട്ടോ. ഭഗവാൻ മഹാവിഷ്ണു ഒരിക്കലും നമ്മുടെ തെറ്റുകൾ എണ്ണിയിരിക്കുകയല്ല ചെയ്യുന്നത്. ആത്മാർത്ഥമായ ഭക്തിയോടെയും ശുദ്ധമായ മനസ്സോടെയും നമ്മളൊരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ നമ്മെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന കരുണാമയനാണ് സാക്ഷാൽ നമ്മുടെ മഹാവിഷ്ണു, സാക്ഷാൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. അമ്മമാരെ, നമുക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണതയോടെ ചെയ്യാൻ എല്ലായ്പ്പോഴും കഴിയണമെന്നില്ല, അല്ലേ? ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ചില കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായി വിട്ടുപോയേക്കാം. അതിന്റെ പേരിൽ മനസ്സ് വിഷമിക്കേണ്ടതായിട്ടില്ല. ആത്മാർത്ഥമായ ഭക്തിയോടെ കഴിയുന്നത്ര കൃത്യതയോടെ വ്രതം ആചരിക്കാനുള്ള നമ്മുടെ ശ്രമം തന്നെ ഭഗവാന്റെ സന്നിധിയിൽ വളരെയധികം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാ ഏകാദശി വ്രതങ്ങളും കഴിയുന്നത്ര ഭക്തിയോടെയും മനസമാധാനത്തോടെയും നമുക്ക് ആചരിക്കാൻ ശ്രമിക്കാം. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും
കഴിയുന്നതെല്ലാം നമുക്ക് ഭഗവാൻ സമർപ്പിക്കാം. ആ ഒരു സമർപ്പണമാണ് ഓരോ വ്രതത്തിൻ്റെയും യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓം നമോ നാരായണായ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ വീടുകളിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഒപ്പം അമ്മ മഹാലക്ഷ്മിയുടെ കടാക്ഷവും നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും ആരോഗ്യവും ഐശ്വര്യവും സമാധാനവും നൽകട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും ഭഗവാന്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടട്ടെ. നന്ദി, നമസ്കാരം.